24ാമത് ഷാങ്ഹായ് ഉച്ചകോടി അവസാനിച്ചു. കസക്കിസ്ഥാന്റെ തലസ്ഥാനമായ അസ്താനയിലായിരുന്നു ഉച്ചകോടി. ഇത്തവണത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തില്ല. പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഉച്ചകോടിക്കെത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ലഡാക്കിലെ സേനാ പിന്മാറ്റമായിരുന്നു ചർച്ചാ വിഷയം. അമേരിക്ക അംഗമായ പാശ്ചാത്യ സംഘടനകൾക്കെതിരെയുള്ള ബദൽ ഗ്രൂപ്പായാണ് ചൈനയും റഷ്യയും SCOയെ കാണുന്നത്. ഇന്ത്യ, ചൈന, റഷ്യ, ഇറാൻ, ബെലാറസ്, പാകിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗങ്ങൾ. നിരീക്ഷക രാജ്യമായിരുന്ന ഇറാൻ കഴിഞ്ഞ വർഷവും ബെലാറസിന് ഈ വർഷവുമാണ് സ്ഥിരാംഗത്വം കിട്ടിയത്. സൗദി, തുർക്കി, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഉച്ചകോടിയിൽ ക്ഷണമുണ്ടായിരുന്നു. സ്ഥിരാംഗങ്ങളും ക്ഷണിതാക്കളും ഉൾപ്പെടെ 16 രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിക്കെത്തി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഉച്ചകോടിക്കെത്തിയത്. ഊർജ്ജ മേഖലയിലെ സഹകരണം, ഭീകരവാദത്തിനും വിഘടനവാദത്തിനുമെതിരായ നടപടികൾ, ലഹരിമരുന്ന് കടത്ത് തടയൽ, സുസ്ഥിര വികസനം, പ്രാദേശിക സഹകരണം എന്നിവ ഉച്ചകോടിയിൽ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചകോടിയിൽ അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യാപാരത്തിനുമായി മറ്റ് രാജ്യങ്ങളുടെ പ്രദേശം കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം. പാക് അധിനിവേശ കശ്മീരിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ പ്രധാനമന്ത്രിയുടെ അഭിപ്രായവും എസ് ജയശങ്കർ അവതരിപ്പിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും എസ് ജയശങ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കിഴക്കൻ ലഡാക്കിൽ നിന്ന് ഇരു രാജ്യങ്ങളും സൈന്യത്തെ പിൻവലിക്കുന്നത് ചർച്ചയായി. അതിർത്തി തർക്കം നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് തടസ്സമാകുമെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. അതിർത്തി തർക്കം പരിഹരിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരാനും തീരുമാനമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സംഘടനകൾക്ക് ബദലായി ഷാങ്ഹായ് കോർപ്പറേഷനെയും ബ്രിക്സിനെയും അവതരിപ്പിക്കാനാണ് ചൈനയും റഷ്യയും പദ്ധതിയിടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടു പക്ഷത്തും ചേരാതെ സന്തുലിതമായ നിലപാട് സ്വീകരിക്കണം. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് കാരണവും ഇതാണ്. അതേസമയം ഈ മാസം 9-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നുണ്ട്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദത്തിന് ഒരു മാറ്റവുമില്ലെന്ന സന്ദേശവും ന്യൂഡൽഹി ഇതിലൂടെ നൽകുന്നു. പ്രാദേശിക സുരക്ഷയും സാമ്പത്തിക സഹകരണവും ലക്ഷ്യം വെച്ച് 2001 ജൂൺ 15-നാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ഇതിൻ്റെ ചുരുക്കപ്പേരാണ് SCO. ഷാങ്ഹായ് 5 ആയിരുന്നു SCOയുടെ മുൻഗാമി. ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലാണ് സംഘടനയുടെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. ലോക ജനസംഖ്യയുടെ 40%, ആഗോള GDPയുടെ 30% SCOയുടെ സംഭാവനയാണ്. 2002-ൽ ഷാങ്ഹായിലായിരുന്നു ആദ്യ ഉച്ചകോടി. തുടക്കത്തിൽ 6 രാജ്യങ്ങളായിരുന്നു സ്ഥിരാംഗങ്ങൾ. 2017 ജൂൺ 17-ന് ഇന്ത്യയും പാകിസ്ഥാനും SCOയുടെ ഭാഗമായി. ഇന്ത്യയെ ഷാങ്ഹായ് കോർപ്പറേഷനിൽ ഉൾപ്പെടുത്തണമെന്ന് റഷ്യ നിർദ്ദേശം വച്ചപ്പോൾ പാകിസ്ഥാനെയും ഉൾപ്പെടുത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും അംഗമായ സംഘടനകളിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളത്. ബ്രിക്സിലും സമാനമായ ആവശ്യം ചൈന ഉയർത്തുന്നുണ്ട്. ഇന്ത്യയുടെ എതിർപ്പിനെ തുടർന്നാണ് ബ്രിക്സിൽ പാകിസ്ഥാൻ അംഗത്വം നൽകാത്തത്. രാജ്യാന്തര സംഘടനകളെ ചൈന അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പതിവാണ്.